നീതിയും ധൈര്യവും അഗാധമായ കരുണയും കൊണ്ട് ലോകമാധരിച്ച ഒരു മഹാനായ നേതാവുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഖലീഫയായിരുന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ്. സത്യത്തിനായി ഉറച്ചു നിന്ന ഭരണാധികാരി, പാവങ്ങളുടെ വേദന സ്വന്തം വേദനയായി കണ്ട മനുഷ്യൻ. മദീനയുടെ ഭരണാധികാരിയായിരുന്നിട്ടും രാത്രികാലങ്ങളിൽ വേഷം മാറി നഗരത്തിലൂടെ നടക്കുകയും ജനങ്ങളുടെ കഷ്ടതകൾ അറിയുകയും ചെയ്തിരുന്നു അദ്ദേഹം. അത്തരമൊരു രാത്രിയിൽ ഒരു കുടിലിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നു. അസാധാരണമായ കരച്ചിൽ, വിശപ്പിൻ്റെ വേദന നിറഞ്ഞ കരച്ചിൽ. ഉമർ ആ കുടിലിനരികിലേക്ക് നീങ്ങി. അദ്ദേഹം കുടിലിനുള്ളിലേക്ക് കടന്നു ചെന്നു. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ അമ്മ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിലേക്ക് എത്തി നോക്കുന്നു. ശാന്തനായി ഉമർ അമ്മയോട് ചോദിച്ചു, എന്തിനാണ് കുട്ടികൾ ഇങ്ങനെ കരയുന്നത്? അമ്മയുടെ മറുപടി ഹൃദയം തകർക്കുന്നതായിരുന്നു. അവർ വിശന്നിട്ടാണ് കരയുന്നത്. ഇവിടെ അവർക്ക് കൊടുക്കുവാനേ ഭക്ഷണം ഒന്നുമില്ല. ഈ പാത്രത്തിൽ വെറും വെള്ളമാണ്. കുറെ കഴിയുമ്പോൾ ഇവർ ഉറങ്ങിക്കൊള്ളും. അതുവരെ ഞാൻ ഇത് ഇളക്കിക്കൊണ്ടിരിക്കും. ഇത് കേട്ട ഉമറിൻ്റെ ഹൃദയം തകർന്നു. ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം മദീനയുടെ രാത്രിയിലൂടെ നടന്നു. വേഗം തന്നെ ജനങ്ങളുടെ ഭക്ഷണശാലയിലെത്തിയ അദ്ദേഹം ഒരു ചാക്ക് മാവും കുറച്ച് വെണ്ണയും ഉണക്കറൊട്ടിയും എടുത്തു. ഭാരമുള്ള ആ ചാക്ക് സ്വയം ചുമലിൽ ചുമന്നു. വീണ്ടും അതുമായി ആ കുടിലിലേക്ക് ഓടിച്ചെന്നു. എല്ലാവരും വിശന്ന് തളർന്ന് അവിടെ ഇവിടെയായി കിടക്കുന്നു. ആദ്യം തന്നെ കുറച്ച് ഉണക്കറൊട്ടി അവർക്ക് കഴിക്കുവാൻ നൽകി. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ തീ കത്തിച്ച് പാത്രം അടുപ്പത്ത് വെച്ച് ഭക്ഷണം പാകം ചെയ്തു തുടങ്ങി. ഭക്ഷണത്തിൻ്റെ സുഗന്ധം ആ കുടിലിലാകെ നിറഞ്ഞു. കുട്ടികൾ സന്തോഷത്തോടെ കരച്ചിലൊക്കെ നിർത്തി എത്തി നോക്കി തുടങ്ങി. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. അദ്ദേഹം തന്നെ ആ അമ്മയ്ക്കും മക്കൾക്കും ഭക്ഷണം വിളമ്പി നൽകി. അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. കുഞ്ഞുമുഖങ്ങളിൽ സന്തോഷത്തിരി തെളിഞ്ഞു. തൃപ്തിയോടെ അവർ ഭക്ഷണം കഴിക്കുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു. വയറു നിറച്ച് ഭക്ഷണം കഴിച്ച കുട്ടികൾ സാവധാനം ഉറക്കത്തിലേക്ക് വീണു. ആ കാഴ്ച നോക്കി അദ്ദേഹം ശാന്തനായിരുന്നു. ഒരു ഭരണാധികാരിയുടെ മഹത്വം അധികാരത്തിലല്ല, ഹൃദയത്തിലെ കരുണയിലാണ്. അതാണ് ഖലീഫ ഉമർ. കരുണയും ദയയും നിറഞ്ഞ ഹൃദയമുള്ള ഒരു ഭരണാധികാരി. മിക്ക രാത്രികളിലും ജനങ്ങളുടെ ക്ഷേമത്തിനായി അദ്ദേഹം തെരുവിലൂടെ വേഷപ്രച്ഛന്നനായി നടക്കുമായിരുന്നു. ഒരു രാത്രി ഉമർ മദീനയുടെ തെരുവിലൂടെ നടക്കുന്നു. ഒരു ചെറിയ കുടിലിൽ നിന്ന് വേദനയോടെയുള്ള ഒരു സ്ത്രീയുടെ നിലവിളി ഉമറിൻ്റെ ചെവിയിൽ പതിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ആ കുടിലിലേക്ക് ചെന്നു. കുടിലിന് വെളിയിലായി ഒരു യുവാവ് വിഷമത്തോടെ ഇരിക്കുന്നു. വേദനയാൽ പുളയുന്ന പെൺകുട്ടിയെ അദ്ദേഹം കണ്ടു. എന്താണ്? കുടിലിന് വെളിയിലായി വിഷമത്തോടെ ഇരിക്കുന്ന ആ യുവാവിനോട് അദ്ദേഹം ചോദിച്ചു. എൻ്റെ ഭാര്യ പ്രസവ വേദനയിലാണ്. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഇത് കേട്ട ഉമർ ഒരു നിമിഷം പോലും വൈകാതെ തൻ്റെ വീട്ടിലേക്ക് ഓടി. തൻ്റെ ഭാര്യയായ ഉമ്മു കുൽസുവിനോട് വിവരം പറഞ്ഞു. നിരാലംബയായ ഒരു സ്ത്രീ പ്രസവ വേദനയാൽ പുളയുന്നു. അവരെ സഹായിക്കാനായി ആരുമില്ല. അത്യാവശ്യമുള്ള സാധനങ്ങളുമായി എത്രയും പെട്ടെന്ന് നമുക്ക് അവരുടെ അടുത്ത് എത്തണം. പെട്ടെന്ന് തന്നെ ഉമ്മു കുൽസു സാധനങ്ങളെടുത്ത് തയ്യാറായി. ഭക്ഷണം തയ്യാറാക്കുവാനുള്ള സാധനങ്ങൾ അദ്ദേഹം തൻ്റെ ചുമലിലെടുത്തു. വേഗം തന്നെ ഇരുവരും പുറപ്പെട്ടു. ആ രാത്രിയിൽ മദീനയുടെ ഭരണാധികാരി തോളത്തൊരു ചുമടുമായി തൻ്റെ ഭാര്യയോടൊപ്പം തെരുവിലൂടെ വളരെ വേഗം നടന്നു. പെട്ടെന്ന് തന്നെ അവർ ആ കുടിലിലേക്ക് എത്തിച്ചേർന്നു. ഉടനെ തന്നെ ഉമ്മു കുൽസു അകത്തേക്ക് പ്രവേശിച്ചു. ഉമർ പുറത്തു നിന്ന് ആ യുവാവിനെ സമാധാനിപ്പിച്ചു. ഉമ്മു കുൽസു ആ പെൺകുട്ടിയെ ശുശ്രൂഷിച്ചു. കരഞ്ഞുകൊണ്ടിരുന്ന ആ പെൺകുട്ടി ആശ്വാസത്തോടെയും നിറമിഴുകളോടെയും ഉമ്മു കുൽസുവിനെ നോക്കി. ഉമർ പുറത്തടുപ്പിൽ തീ കത്തിച്ച് ആ കുടുംബത്തിനായി ഭക്ഷണം തയ്യാറാക്കി നൽകി. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വിഷമിച്ചിരിക്കുന്ന ആ യുവാവിനെ സമാധാനിപ്പിക്കുവാനായി ഉമർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ആ കുടിലിൻ്റെ ഉള്ളിൽ നിന്നും കേട്ടു. ആശ്വാസത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും ആ കുഞ്ഞു സ്വരം ഏവരുടെയും കാതുകളിൽ മുഴങ്ങി. അപ്പോൾ അകത്തു നിന്നും ഉമ്മു കുൽസു വിളിച്ചു പറഞ്ഞു, അമീറുൽ മുനീർ, താങ്കളുടെ സഹോദരന് സന്തോഷ വാർത്ത പറയൂ. അവനൊരു കുഞ്ഞ് ജനിച്ചു. ആ വാക്കുകൾ കേട്ടപ്പോൾ കുടിലിന് പുറത്തിരുന്ന ആ യുവാവ് അമ്പരന്നുപോയി. അവൻ വിറച്ചു നിന്നു. അപ്പോൾ മാത്രമാണ് അവന് മനസ്സിലായത്, തൻ്റെ ഭാര്യയെ ശുശ്രൂഷിച്ചതും തൻ്റെ കുഞ്ഞിൻ്റെ ജനനത്തിന് സഹായിച്ചതും തങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു നൽകിയതും ഒരു സാധാരണ ആളല്ല, സാക്ഷാൽ മദീനയുടെ ഭരണാധികാരി ഖലീഫ ഉമർ. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ ഉമറിൻ്റെ മുന്നിൽ വണങ്ങി നിന്നു. പക്ഷേ ഉമർ ശാന്തനായി പറഞ്ഞു, നാളെ മദീനയിൽ വരിക, നിനക്കാവശ്യമായ സഹായം ഞാൻ നൽകും. ആ രാത്രി ഒരു ഭരണാധികാരിയുടെ മഹത്വം ലോകം കണ്ടു.
അധികാരത്തിലല്ല, കരുണയിൽ ജീവിച്ച ഒരു മനുഷ്യൻ. അതാണ് ഖലീഫ ഉമർ. ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ കേൾക്കുവാനായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.